സോ കാർനോട്ട് എൻജിൻ. അപ്പൊ കാർനോട്ട് എൻജിന്റെ വർക്കിംഗ് ചോദ്യം കംപ്ലീറ്റ്ലി വന്നേക്കുന്നത് ഇതുവരെ എഫിഷ്യൻസിന്റെ ബേസിസിലാണ്. അവസാന ഒരു ഫോർമുലയിലേക്ക് നമ്മൾ എത്തും, അത് മാത്രം മതി. പക്ഷേ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആ ഫോർമുല മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. Okay, we'll get confused because sign convention is very important. ഈ കാർനോട്ട് എൻജിൻ എവിടുന്ന് എങ്ങോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ആയി, എങ്ങോട്ട് റിലീസ് ആയി, എവിടുന്ന് അബ്സോർബ് ആയി എന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, നിങ്ങൾ ഫെമിലിയർ ആയിരിക്കും, കേട്ടിരിക്കുക, അറിയില്ല നോട്ട് ചെയ്യാം. അപ്പൊ ആദ്യം ഇവിടെ we'll have a working substance. We'll have a working substance. അപ്പൊ ഈ കാർനോട്ട് എൻജിനില് വർക്കിംഗ് സബ്സ്റ്റൻസ് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദി ഐഡിയൽ ഗ്യാസ്. ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റം ഉണ്ടോ? നോ. അപ്പൊ കാർനോട്ട് എൻജിൻ പറഞ്ഞാൽ ഇറ്റ് ഇസ് ഹൈപ്പോത്തറ്റിക്കൽ. ഓക്കെ, ദിസ് ഇസ് എ ഹൈപ്പോത്തറ്റിക്കൽ സിസ്റ്റം. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ പോയിന്റ്. ഇങ്ങനത്തെ ഒരു എൻജിൻ ശരിക്കും ഇല്ല. ഇത് ഐഡിയൽ ഗ്യാസ് ഉണ്ടോ? ഇല്ല. ദാറ്റ് ഇസ് എ മോഡൽ അല്ലെ. ഒരു പെർഫെക്റ്റ് ഗ്യാസ് ഉണ്ടെങ്കിൽ അവരുടെ ഫീച്ചേഴ്സ്, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയായിരിക്കും എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു മോഡൽ, ഒരു ഐഡിയൽ മോഡലാണ് ഐഡിയൽ ഗ്യാസ്. അപ്പൊ അതുപോലത്തെ ഒരു ഐഡിയൽ ഗ്യാസ് വെച്ചിട്ട് വി ആർ ഡെവലപ്പിംഗ് എ എൻജിൻ. എന്തിനായിരിക്കും? സോ ദാറ്റ് നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു എഫിഷ്യൻസി ഉണ്ട്. എഫിഷ്യൻസി എന്ന് വെച്ചാൽ ഹൗ വെൽ ദി എൻജിൻ വർക്ക്സ്, എത്ര കണ്ട് നന്നായിട്ട് അതിന് പെർഫോം ചെയ്യാൻ പറ്റും എന്ന് നോക്കുകയാണ്. അപ്പൊ നമ്മുടെ ബെസ്റ്റ് ഗ്യാസ്, പെർഫെക്റ്റ് ഗ്യാസ്, ഐഡിയൽ ഗ്യാസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എഫിഷ്യൻസി എന്താണോ ദാറ്റ് ഇസ് ദ മാക്സിമം പോസിബിൾ വാല്യൂ ഓഫ് എഫിഷ്യൻസി. ഓക്കെ, അപ്പൊ ഇത് നോട്ട് ചെയ്യുക. ചിലപ്പോൾ M.Sc ചോദിക്കും. നോട്ട് കാർനോട്ട് എൻജിനിൽ നമുക്ക് കിട്ടുന്ന എഫിഷ്യൻസി. ഇപ്പോൾ ഇഫ് യു ആർ ഏബിൾ ടു ഡെവലപ്പ് എ കാർനോട്ട് എൻജിൻ, ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് പറ്റില്ല, കാരണം ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞതൊന്നും ഇല്ലല്ലോ. Okay, so if we are able to develop the efficiency, eta kondana represent cheya, efficiency of Carnot engine is theoretically possible maximum value. കേട്ടോ, ഇതിനപ്പുറത്തേക്ക് ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ബെസ്റ്റ് എൻജിൻ ഡെവലപ്പ് ചെയ്യാൻ ഇനി ഇല്ല. തിയററ്റിക്കലി നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല എൻജിൻ ആണ് കാർനോട്ട് എൻജിൻ, വിച്ച് ഇസ് ഹൈപ്പോത്തറ്റിക്കൽ. എന്താ നമ്മുടെ സിസ്റ്റം? ഐഡിയൽ ഗ്യാസ്. ഇറ്റ്സ് എൻ ഐഡിയൽ ഗ്യാസ്. അപ്പൊ ഇപ്പോഴും അത് മനസ്സിൽ വേണം. വർക്കിംഗ് സബ്സ്റ്റൻസിന്റെ കൂടെ നമുക്ക് ഇവിടെ 3 പ്ലാറ്റ്ഫോംസ് ആണുള്ളത്. വി ഹാവ് 3 പ്ലാറ്റ്ഫോംസ്. ഒന്ന്, വി ഹാവ് ദി സോഴ്സ്. 2, you have a non-conducting platform. And 3, you have a sink. ഇത്രയാണ് ഉള്ളത്. ഓക്കെ, വർക്കിംഗ് സബ്സ്റ്റൻസ് ഉണ്ട്, സോഴ്സ് ഉണ്ട്, നോൺ കണ്ടക്ടിങ് പ്ലാറ്റ്ഫോം ഉണ്ട്, സിങ്ക് ഉണ്ട്. ഓൾവേസ് ഹീറ്റിന്റെ ട്രാൻസ്ഫർ എപ്പോഴും എങ്ങനെയായിരിക്കും? സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ഹീറ്റ് ട്രാൻസ്ഫർ നടക്കണമെങ്കിൽ എങ്ങനെയായിരിക്കും? ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് ലോവർ ടെമ്പറേച്ചേഴ്സിലേക്കായിരിക്കും എപ്പോഴും ഹീറ്റ് ട്രാൻസ്ഫർ. എപ്പോഴും തിരിച്ച് നടക്കില്ല. Okay, so always, even ഇപ്പൊ നമ്മളിപ്പോ ഈ പഠിക്കുന്ന കാർനോട്ട് എൻജിനിലും ദിസ് ഇസ് എ സ്പോണ്ടേനിയസ് പ്രോസസ്. എല്ലാ പ്രോസസ്സുകളും സ്പോണ്ടേനിയസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. സ്പോണ്ടേനിയസ് മീൻസ് എക്സ്റ്റേർണലി നമ്മൾ അക്സെപ്റ്റ് ചെയ്തോട്ടെ. ഓക്കെ, സോ സ്പോണ്ടേനിയസ് ഇൻ ദ സെൻസ് ഇവിടെ ഹീറ്റിന്റെ ഫ്ലോ നടക്കുന്നുണ്ട്. ഓക്കെ, ഹീറ്റിന്റെ ഫ്ലോ നടക്കുന്നത് ഹയർ ടെമ്പറേച്ചേഴ്സിൽ നിന്ന് ലോവർ ടെമ്പറേച്ചേഴ്സിലേക്കായിരിക്കും. ഓക്കെ, ഒരിക്കലും തിരിച്ച് നടക്കില്ല. അങ്ങനെ തിരിച്ച് നടക്കണമെങ്കിൽ ലോവർ ടെമ്പറേച്ചേഴ്സിൽ നിന്ന് ഹയർ ടെമ്പറേച്ചേഴ്സിലേക്ക് ട്രാൻസ്ഫർ നടക്കണമെങ്കിൽ വി ഹാവ് ടു സപ്ലൈ എക്സ്ട്രാ ഫോഴ്സസ് ഫ്രം ഔട്ട്സൈഡ്. ഓക്കെ, ആ സ്പോണ്ടേനിയസ് അല്ലാതെ നോൺ സ്പോണ്ടേനിയസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. കാർനോട്ട് എൻജിൻ എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു എൻജിൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ആദ്യം മനസ്സിൽ വേണം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റം എന്ന് വെച്ചാൽ സിലിണ്ടർ കണ്ടെയ്നിങ് ഐഡിയൽ ഗ്യാസ് ആണ്. അതാണ് നമ്മുടെ വർക്കിംഗ് സബ്സ്റ്റൻസ്. വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ അതിന്റെ മുകളിലാണ് നമ്മൾ പല പല പ്രോസസ്സസ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ കാർനോട്ട് എൻജിനിൽ നിന്ന് കിട്ടുന്ന എഫിഷ്യൻസി ഇസ് ദ മാക്സിമം പോസിബിൾ വാല്യൂ. ഇനി തിയററ്റിക്കലി ഇതിനെക്കാട്ടും നല്ലൊരു എൻജിൻ നമുക്ക് ഇനി ഡെവലപ്പ് ചെയ്യാൻ ആവില്ല. ഓക്കെ, ആൻഡ് ഇവിടെ യു ഹാവ് 3 പ്ലാറ്റ്ഫോംസ്. സോഴ്സിന്റെ ടെമ്പറേച്ചർ ഇസ് ഹൈ, അതുകൊണ്ട് TH എന്ന് നമ്മൾ അനോട്ടേറ്റ് ചെയ്യുന്നു. ആൻഡ് സിങ്കിന്റെ ടെമ്പറേച്ചർ ഇസ് ലോ, കോൾഡ് ആണ് കമ്പാരിറ്റീവ്ലി, അതുകൊണ്ട് TC. നിങ്ങൾ ബുക്സ് റെഫറൻസ് ചെയ്യുമ്പോൾ T1 ഉം റെഫർ ചെയ്യുമ്പോൾ T1 ഉം T12 ഒക്കെ ആയിട്ട് കാണും.
സോ അത് കൺഫ്യൂസിങ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഹോട്ട് ആൻഡ് കോൾഡ് യൂസ് ചെയ്തത് കേട്ടോ. വിച്ച് എവർ വേ നിങ്ങൾ പഠിച്ചേക്കുന്ന രീതി എന്താണോ അത് യൂസ് ചെയ്തോളൂ. ആൻസർ കറക്റ്റ് ആയാൽ മതി. ഓക്കെ, ഡയറക്റ്റ്ലി ഞാൻ അതിന്റെ ഗ്രാഫ് വരയ്ക്കുകയാണ്. പറഞ്ഞുതരാം ഓരോ പ്ലോട്ടും. സപ്പോസ് യു ഹാവ് P, the y axis, and V. പ്ലോട്ട് വരയ്ക്കാം. ഞാൻ വരച്ചിട്ട് വരച്ചാൽ മതി. ഓക്കെ, വരച്ചോളൂ. Let's say this is A, B, C, and D. Okay, so this is the plot. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റെപ്പ് 1, 4 സ്റ്റെപ്സിലൂടെയാണ് ഈ എൻജിനെ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, 4 സ്റ്റെപ്സ്. സോ അതിൽ സ്റ്റെപ്പ് 1 is from A to B. ഓക്കെ, എവിടെന്നാ നടക്കുന്നത്? A to B. നിങ്ങളൊന്ന് നോക്കി പറഞ്ഞേ എന്താ നടക്കുന്നതെന്ന്. Is it compression or is it expansion? പെട്ടെന്ന്. എക്സ്പാൻഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഈ വർക്കിംഗ് സബ്സ്റ്റൻസിനെ കൊണ്ട് ആദ്യം ചെയ്യിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വീൽ എക്സ്പാൻഡ് ഇറ്റ് ഐസോതെർമലി. ഓക്കെ, അപ്പൊ ആദ്യം നടക്കുന്ന ഐസോതെർമൽ റിവേഴ്സിബിൾ എക്സ്പാൻഷൻ ആണ്. ഐസോതെർമൽ റിവേഴ്സിബിൾ എക്സ്പാൻഷൻ. ആദ്യം റിവേഴ്സിബിൾ എക്സ്പാൻഷൻ നമ്മൾ ചെയ്യിപ്പിക്കും. എങ്ങനെയാണ് ചെയ്യിപ്പിക്കാന്നറിയോ? വാട്ട് വി വിൽ ഡു ഇസ്, നമ്മൾ സോഴ്സ്, വി ഹാവ് എ പ്ലാറ്റ്ഫോം അല്ലെ, സോഴ്സ് അവിടെ എന്താ pH ആണ്, ടെമ്പറേച്ചർ ഇസ് ഹൈ. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. സോ വാട്ട് വി ഹാവ് ടു ഡു ഇസ്, നമുക്കൊരു സിസ്റ്റമിനെ എക്സ്പാൻഡ് ചെയ്യിപ്പിക്കണം, എന്നാൽ അവന്റെ ടെമ്പറേച്ചറും മാറാൻ പാടില്ല. അങ്ങനെ വേണം നമ്മൾ ഇവനെ എക്സ്പാൻഡ് ചെയ്യിക്കാൻ. അപ്പൊ നമ്മൾ വെറുതെ ഒരു സിസ്റ്റമിനെ എക്സ്പാൻഡ് എഴുതണ്ട, ജസ്റ്റ് കേൾക്കുക. ഞാൻ എഴുതാൻ തരാം, സമയം തരാം. So suppose you have a cylinder, okay, and in this cylinder you have an ideal gas. Idinte okay, ideal gas ഉണ്ട്. And to this you have very light piston. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പിസ്റ്റൺ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇവനെ എങ്ങനെയാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാന്ന് വെച്ചാൽ ഈ പിസ്റ്റന്റെ മുകളിലുള്ള ലോഡ് റിലീസ് ചെയ്യും. ലോഡ് ഇസ് റിലീസ്ഡ്. വരയ്ക്കണ്ടാട്ടോ, ഞാൻ സമയം തരാം. ലോഡ് ഇസ് റിലീസ്ഡ്. അപ്പൊ ലോഡ് റിലീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ലോഡ് റിലീസ് ചെയ്യാന്ന് വെച്ചാൽ ഇതിന്റെ മുകളിലുള്ള എക്സ്റ്റേണൽ പ്രഷർ കുറയ്ക്കുക എന്നുള്ളതാണ് അർത്ഥം. എക്സ്റ്റേണൽ പ്രഷർ കുറച്ചാൽ എന്ത് സംഭവിക്കും? പി ഗ്യാസ് വിൽ ബി ഗ്രേറ്റർ ദാൻ പി എക്സ്റ്റേണൽ. മെല്ലെ മെല്ലെ അവൻ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. സോ അപ്പോൺ എക്സ്പാൻഷൻ എന്ത് സംഭവിക്കും? വർക്ക് നടക്കുകയാണ് അല്ലെ. എക്സ്പാൻഷൻ മീൻസ് വർക്ക് നടക്കുകയാണ്. വർക്ക് എന്ന് വെച്ചാൽ എന്താ? നെഗറ്റീവ്. Work is negative if it is expansion. മനസ്സിലാക്കുക, എക്സ്പാൻഷൻ ആണെങ്കിൽ work is negative. We know that delta U is equal to Q plus W. അപ്പൊ വർക്ക് എന്തായിക്കൊണ്ടിരിക്കുകയാണ്? നെഗറ്റീവ്. എക്സ്പാൻഡ് ചെയ്യുന്തോറും ഇത് നെഗറ്റീവ് ആയിക്കൊണ്ടേയിരിക്കും അല്ലെ. ഇത് നെഗറ്റീവ് ആവുക എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ഇന്റേണൽ എനർജി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇന്റേണൽ എനർജി കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, അതല്ലേ അതിന്റെ അർത്ഥം. ഡെൽറ്റ യു എന്ന് വെച്ചാൽ Q പ്ലസ് W ആണ്. W നെഗറ്റീവ് ആവുക എന്ന് വെച്ചാൽ എന്താ സംഭവിക്കുന്നത്? എനർജി ലോസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്റേണൽ എനർജി കുറയുകയാണെങ്കിൽ ഫോർ ആൻ ഐഡിയൽ ഗ്യാസ് എന്താ സംഭവിക്കുക? ഫോർ ദ ടെമ്പറേച്ചർ വിൽ ഡ്രോപ്പ്. നമുക്കറിയാം U is directly proportional to T in the case of ideal gas അല്ലെ. അപ്പൊ ടെമ്പറേച്ചർ ഡ്രോപ്പ് വരും. ശരിയല്ലേ ഞാൻ പറയുന്നത്? സോ ഇഫ് യു ഹാവ് എ സിസ്റ്റം, വെറുതെ ലോഡ് റിലീസ് ചെയ്യുകയാണെങ്കിൽ അവൻ എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് വർക്ക് ചെയ്യണമല്ലോ. വർക്ക് ഇസ് നെഗറ്റീവ്. സോ ഇതിന്റെ കയ്യിൽ സപ്പോസ് 10 joules ഓഫ് എനർജി, ഇന്റേണൽ എനർജി ആണുള്ളതെങ്കിൽ എക്സ്പാൻഷന് വേണ്ടിയിട്ട് ദ വർക്ക് ഇസ് ഡൺ ബൈ ദ സിസ്റ്റം അതിന്റെ കയ്യിലുള്ള എനർജി യൂട്ടിലൈസ് ചെയ്തിട്ടാണ് അത് എക്സ്പാൻഡ് ചെയ്യുന്നത്. എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ സപ്പോസ് വർക്കിന്റെ ഫോമിൽ സപ്പോസ് ഒരു 2 joules ബാക്കി, 2 joules അത് കൺസ്യൂം ചെയ്തു എന്ന് വെച്ചാൽ ബാക്കി ഇവന്റെ കയ്യിൽ 8 ആണുള്ളൂ. ഓക്കെ, 8 ആണുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യണം? ഐസോതെർമൽ കണ്ടീഷൻസ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന പ്രോസസ്സ് മുഴുവൻ ക്യാരി ഔട്ട് ചെയ്യുന്നത് യു വിൽ കീപ് ദിസ് ഓൺ ദ ടോപ്പ് ഓഫ് സോഴ്സ്. നമ്മുടെ വർക്കിംഗ് സബ്സ്റ്റൻസിനെ നമ്മൾ സോഴ്സിന്റെ മുകളിൽ കൊണ്ടുവയ്ക്കും. ഓക്കെ, എന്തിനാന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇനി എഴുതൂ. I will explain.
So what you do is ആദ്യം നമ്മൾ എന്താ പറഞ്ഞത് isothermal reversible expansion carry out ചെയ്യുന്നു. എങ്ങനെ expansion carry out ചെയ്യുന്നതെന്ന് വെച്ചാൽ you will place the cylinder carrying the working substance on the top of the source. On the top of the source. Cylinder is placed on the top of the source. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും എഴുതു load on the piston is released. Load on the piston is released. Release ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും expansion will occur. Expansion occurs. അല്ലേ expansion occurs. So when such an expansion occurs നമ്മൾ കണ്ടു work is done by the system. I request അവിടെ okay. Work is done by the system. If work is done by the system, there is a drop in internal energy, right? Drop in internal energy. So if there is a drop in internal energy, as a result, temperature also decreases. ശരിയല്ലേ expansion occur ചെയ്യുന്ന ഫലമായിട്ട് work will be negative. Work negative ആണെങ്കിൽ internal energy കുറയും. Internal energy കുറയുകയാണെങ്കിൽ since the system is ideal, temperatureും കുറയും. So since എഴുതു ടെമ്പറേച്ചർ കുറയും. അപ്പൊ എന്തിനാണ് നമ്മൾ ഇതിനെ സോഴ്സിന്റെ മുകളിൽ കൊണ്ട് വെച്ചേക്കുന്നതെന്ന് ചോദിച്ചാൽ സിൻസ് ദ സിസ്റ്റം since this എഴുതു എന്നിട്ട് പറയാം since the system is in contact with source എന്ത് സംഭവിക്കുന്ന അറിയോ we need isothermal conditions. കണ്ടോ isothermal conditions ആണ് നമുക്ക് വേണ്ടത്. പക്ഷെ ഇവിടെ വെറുതെ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ടെമ്പറേച്ചർ കുറയും. So what the source will do is temperature maintain ചെയ്യുന്ന രീതിക്ക് it will release Q1 amount of energy in the form of heat to the system. Okay, അപ്പൊ നോക്കിക്കേ സിസ്റ്റമിന് എന്താ കിട്ടുന്നത് ഹീറ്റ് കിട്ടുകയെന്ന് അല്ലെ സിസ്റ്റം is gaining heat എന്ന് വെച്ചാൽ പ്ലസ് Q. അപ്പൊ ഡെൽറ്റ U is equal to plus Q and work is done by the system minus W. അപ്പോൾ എന്തുമാത്രം work is done by the expansion അതിനനുസരിച്ചിട്ട് സോഴ്സ് എന്ത് ചെയ്യും ഹീറ്റ് കൊടുത്തുകൊണ്ടേയിരിക്കും. So that internal energy remains the same. If internal energy remains the same, temperature will also remain constant. Okay, so since the system is in contact with the source, എഴുതു temperature remains constant. Temperature remains constant. എങ്ങനെ remains constant ആവുന്നത് remains constant by providing Q1 amount of heat. Important Q1 amount of heat to the system, to the working substance. അതാണ് നമ്മുടെ സിസ്റ്റം അതല്ലേ നമ്മൾ പഠിക്കുന്നേ to the system. ക്ലിയർ ആണോ ഇത് ക്ലിയർ ആണെങ്കിൽ ബാക്കിയൊക്കെ ശരിയാവും. ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ ബിക്കോസ് നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇനി ബാക്കി പറയാൻ പോകുന്നത്. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട് ക്ലാരിഫൈ ഇറ്റ്. ഉണ്ടോ വേണമെങ്കിൽ ഒന്നും കൂടെ പറയാം. ആദ്യ സ്റ്റെപ്പ് നമ്മൾ ചെയ്യിപ്പിക്കുന്നത് we are developing an engine. നമ്മളൊരു എഞ്ചിൻ ഡെവലപ്പ് ചെയ്യാണ് with maximum efficiency. ഇതിൽ കൂടുതൽ തിയററ്റിക്കലി പോസിബിൾ ദാറ്റ് ഇസ് മാക്സിമം വാല്യൂ പോസിബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ ഇനി ഇല്ല. അപ്പോൾ അത്രയ്ക്ക് എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ നമ്മൾ ഡെവലപ്പ് ചെയ്യാണ്. സോ നമ്മളിവിടെ 4 പ്രോസസ്സുകളാണ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ഐസോതെർമൽ എക്സ്പാൻഷൻ. എക്സ്പാൻഷൻ നമ്മൾ വെറുതെ അല്ല, ദാറ്റ് മീൻസ് യു ആർ കീപ്പിംഗ് ഇറ്റ് ഓൺ ദ ടോപ്പ് ഓഫ് ദ സോഴ്സ്. എന്തിനാണ് ഈ സോഴ്സിന്റെ മുകളിൽ കൊണ്ടുവയ്ക്കുന്നത് ചോദിച്ചാൽ എക്സ്പാൻഡ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് വർക്ക് ഇസ് ഡൺ ബൈ ദ സിസ്റ്റം. വർക്ക് ബൈ ദ സിസ്റ്റം IUPAC കൺവെൻഷൻ അനുസരിച്ചിട്ട് നെഗറ്റീവ് ആണ്. സോ വർക്ക് നെഗറ്റീവ് ആവുന്നതിനനുസരിച്ചിട്ട് വി നോ ദാറ്റ് ഫ്രം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് internal energy is equal to Q plus W. അപ്പൊ W ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഇന്റർണൽ എനർജിയും കുറയും. ഇന്റർണൽ എനർജിയും ടെമ്പറേച്ചറും ഫോർ എൻ ഐഡിയൽ ഗ്യാസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുകൊണ്ട് ഐസോതെർമൽ കണ്ടീഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സോഴ്സിൽ നിന്ന് Q1 amount of heat is supplied to the system. അങ്ങനെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ എക്സ്പാൻഡ് ഓക്കെ അല്ലേ. സോ ഈ ഒരു പ്രോസസ്സിൽ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ഡെൽറ്റ യു ഐസോതെർമൽ ആണല്ലേ. ഐസോതെർമൽ ആൻഡ് ഐഡിയൽ ഗ്യാസ്. യു ഡിപ്പെൻഡ്സ് ഓൺ ടി, അതുകൊണ്ട് ടി ചേഞ്ച് ഇല്ല, അതുകൊണ്ട് തന്നെ ദിസ് ഇസ് 0. ഡെൽറ്റ യു ഇസ് 0. സോ ഫ്രം ഫ്ലോട്ട് നമുക്ക് എന്ത് കിട്ടും
Q is equal to minus W എന്ന് കിട്ടും, റൈറ്റ്? മൈനസ് ഡബ്ല്യു. ഡബ്ല്യു നമുക്ക് എന്താ അറിയുന്നത്? റിവേഴ്സിബിൾ എക്സ്പാൻഷൻ ഉണ്ടിട്ട് ഡബ്ല്യു നമുക്കറിയാം, മൈനസ് എൻ ആർ ടി ലോൺ V2 by V1. നമ്മൾ എവിടെ പ്ലേസ് ചെയ്തേക്കുന്നത്? ഓൺ ദ ടോപ്പ് ഓഫ് ദ സോഴ്സ്. സോ ലെറ്റ് ദ ടെമ്പറേച്ചർ ബി TH. Let the temperature be TH. So if 1 mole of gas നമ്മൾ എടുത്തേക്കുന്ന 1 mole ആണെങ്കിൽ minus RTH ln V2 by V1. കേട്ടോ? So what will be the value of Q? Q1 അല്ലെ? Q1 എന്ന് പറയുമ്പോൾ ഇവിടെ എന്താവും? നെഗറ്റീവ്. നെഗറ്റീവ് എന്ന് വെച്ചാൽ RTH ln V2 by V1. ഇതൊക്കെ ആവശ്യം വരും, അവിടെ നിന്നോട്ടെ. ഓക്കെ, ആവശ്യം വരും, അവിടെ ഇരിക്കും. അപ്പൊ അതാണ് ഫസ്റ്റ് പ്ലോട്ട്. അപ്പോ ഫസ്റ്റ് പ്ലോട്ടിൽ എനിക്ക് എന്റെ പാരാമീറ്റേഴ്സ് എഴുതാനാണെങ്കിൽ എനിക്ക് പറയാം, ഇനീഷ്യലി ഇവർ P1, V1 ആൻഡ് ടെമ്പറേച്ചർ TH ആയിരുന്നു. ആ സിസ്റ്റം എക്സ്പാൻഡ് ചെയ്തിട്ട് ബി എത്തി. സോ ആസ് എ റിസൾട്ട് ഓഫ് എക്സ്പാൻഷൻ അതിന്റെ പ്രഷർ മാറും, വോളിയം മാറും. ബട്ട് സിൻസ് ഇസ് ഐസോതെർമൽ, ടെമ്പറേച്ചർ മാറില്ല. ഓക്കെ, ടെമ്പറേച്ചർ മാറില്ല. ഇനി ഇറ്റ് ഇസ് എക്സ്പാൻഡിങ് അഗൈൻ അല്ലെ? കണ്ടോ, ഇതാണ് V2. എത്തി? വീണ്ടും വേറൊരു വാല്യൂലേക്ക് എത്തി അല്ലെ? V3യിലേക്ക് എത്തി. V3. സോ നൗ വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഇസ്, അവർ ചെയ്തത് ഇതാണ്. സ്റ്റെപ്പ് 2 എഴുതൂ. സ്റ്റെപ്പ് 2, അഡിയബാറ്റിക് എക്സ്പാൻഷൻ. Adiabatic reversible expansion. Reversible expansion. Okay, expansion. അതിന് അവർ എന്ത് ചെയ്തു? What is adiabatic? What does adiabatic mean? Adiabatic എന്ന് വെച്ചാൽ ഹീറ്റിന്റെ ഫ്ലോ ഉണ്ടാവാൻ പാടില്ല, പുറത്തുനിന്ന് അകത്തോട്ടോ സിസ്റ്റമിൽ നിന്ന് പുറത്തോട്ടോ. സോ ഇപ്പൊ ഈ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്ന ഗ്യാസിനെ they kept it on the top of a non-conducting platform. നോൺ കണ്ടക്ടിങ് പ്ലാറ്റ്ഫോമിന്റെ മുകളിൽ പ്ലേസ് ചെയ്തു. ഓക്കെ, ഇങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് വിചാരിക്കുക. ഇതിന്റെ ഉള്ളിൽ വി ഹാവ് ഐഡിയൽ ഗ്യാസ്. ഓക്കെ, ഐഡിയൽ ഗ്യാസ് ഉണ്ട്. ഇപ്പൊ അവരുടെ കണ്ടീഷൻ എന്താ? കണ്ടീഷൻ മാറി. ഓക്കെ, ദാറ്റ് ഇസ് ഇവിടെ ദ കണ്ടീഷൻ വാസ് P1 V1. ഓക്കെ, പ്രഷർ മാറി, പുതിയ സ്റ്റേറ്റിലേക്ക് എത്തി അല്ലെ? P2 V2 സ്റ്റേറ്റിലേക്ക് എത്തി. Now this is non-conducting. ഒപ്പം എഴുതൂ, non-conducting. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അഗൈൻ ലോഡ് ഇസ് റിലീസ്ഡ്. ലോഡ് റിലീസ് ചെയ്യാന്ന് വെച്ചാൽ പ്രഷർ ഓൺ ദി ഔട്ട്സൈഡ്, എക്സ്റ്റേണൽ സൈഡ് വിൽ ബി ലെസ് ദാൻ ദാറ്റ് ഓഫ് ദി ഗ്യാസ്. അപ്പൊ മെല്ലെ ഇത് എക്സ്പാൻഡ് ചെയ്യും, വീണ്ടും എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, എക്സ്പാൻഡ് ചെയ്യും. അപ്പൊ എക്സ്പാൻഡ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് what will happen? Work is done by the system. നെഗറ്റീവ് ആണ്. Q 0 ആണ്. പുറത്തുനിന്ന് അകത്തോട്ടോ അകത്തുനിന്ന് പുറത്തോട്ടോ ഹീറ്റ് ഫ്ലോ ഇല്ല. Q is 0. Why? Because this is adiabatic. ആയതുകൊണ്ട്. Okay, work is negative. Work നെഗറ്റീവ് ആകുമ്പോൾ ഡെൽറ്റ യു എന്ത് പറ്റും? ഡെൽറ്റ യു will also be negative. അല്ലേ? ഡെൽറ്റ യു is equal to എന്താ? Q plus W. അതിൽ Q എന്താ? 0. Wന്റെ വാല്യൂ എന്താ? നെഗറ്റീവ്. സോ ഡെൽറ്റ യു ഇസ് നെഗറ്റീവ് അല്ലെ? ഡെൽറ്റ യു നെഗറ്റീവ് എന്ന് വെച്ചാൽ ഡെൽറ്റ ടി എന്താവും? ദാറ്റ് വിൽ ഓൾസോ ബി നെഗറ്റീവ്. വൈ? ബിക്കോസ് ഡെൽറ്റ യു ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി ഫോർ എൻ ഐഡിയൽ ഗ്യാസ് അല്ലെ? അപ്പൊ ഡെൽറ്റ ടി നെഗറ്റീവ് എന്ന് വെച്ചാൽ എന്റെ അർത്ഥം എന്താ? T2 minus E1 is negative. നമ്മൾ പഠിച്ചിട്ടുണ്ട്, അഡിയാബാറ്റിക് എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ ഓൾവേസ് ഫൈനൽ ടെമ്പറേച്ചർ ഇസ് ലെസ് ദാൻ ഇനീഷ്യൽ ടെമ്പറേച്ചർ അല്ലേ? അതുകൊണ്ടല്ലേ ഇവിടെ എന്ത് സംഭവിക്കും? TH ആയിരുന്നു, T2 will be less than T1. Final temperature will be less than initial temperature. Or നമ്മുടെ ഗ്രാഫിൽ വരയ്ക്കുകയാണെങ്കിൽ T3 B3 പ്രഷർ മാറി, വോളിയം മാറി, ടെമ്പറേച്ചർ TH ൽ നിന്ന് മാറി, കുറഞ്ഞു, കോൾഡായി. P3 B3 TC. ഓക്കെ, P3 B3 TC. അപ്പൊ ഇത് എവിടെ നിന്നാണ് നടക്കുന്നത്? ദിസ് ഇസ് ഹാപ്പനിങ് ഫ്രം B to C അല്ല, B to C. അപ്പൊ ഇതിന്റെ നമുക്ക് എന്തൊക്കെ എഴുതാം? We can write it like this അല്ലേ? We know that Q is equal to 0.
നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്തിട്ടില്ല, അകത്തുനിന്ന് പുറത്തേക്കും പോകാൻ അനുവദിച്ചിട്ടില്ല. ബിക്കോസ് ദ പ്ലാറ്റ്ഫോം ഓൺ വിച്ച് ഇറ്റ് ഇസ് പ്ലേസ്ഡ് ഇസ് നോൺ കണ്ടക്ടിങ്. ഓക്കെ, നോൺ കണ്ടക്ടിങ്. Q is equal to 0. അപ്പൊ നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ നിന്ന് ഡെൽറ്റ യു is equal to W എന്ന് കിട്ടും. W. അപ്പൊ നമുക്ക് എന്താ അറിയുന്നത്? ഡെൽറ്റ യു is equal to W പറഞ്ഞാൽ ഇട്ട് CVDT അല്ലെ? അഡിയാബാറ്റിക് എക്സ്പാൻഷന് CVDT. അപ്പൊ ഇതെന്താ വരിക? CVDT ഫൈനൽ ടെമ്പറേച്ചർ ഇസ് TC അല്ലെ? ഫൈനൽ ടെമ്പറേച്ചർ TC മൈനസ് ഇനീഷ്യൽ ടെമ്പറേച്ചർ TH. ഓക്കെ, ഇങ്ങനെ വന്ന് നിൽക്കും. ഇരിക്കട്ടെ, ലെറ്റ് ഇറ്റ് ബി ഹിയർ. അതുപോലെ തന്നെ മുകളിലും ഉണ്ട്. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഇതാണ് വേണ്ടത് നമുക്ക് അവസാനം. This much. Okay. ഇത് A to B. ഓക്കെ, ഇത് B to C. ക്ലിയർ ആണോ? സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയണം, ഒപ്പം നിങ്ങൾ എഴുതിയെടുക്കുക കേട്ടോ. സ്റ്റെപ്പ് 3 എവിടെ നിന്നായിരിക്കും? ഫ്രം C to D. ഓക്കെ, C to D. ഓക്കെ, അപ്പൊ C to D യിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇവിടെ B to C, ദിസ് വാസ് ഐസോതെർമൽ എക്സ്പാൻഷൻ, ഇതോ അഡിയബാറ്റിക് എക്സ്പാൻഷൻ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഐസോതെർമലി ഇവനെ കംപ്രസ് ചെയ്യും. P3 V3 TC യിൽ നിന്ന് we are going to compress it isothermally. ഐസോതെർമലി കംപ്രസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ മാറില്ലല്ലോ, TC ആയിട്ട് തന്നെ നിൽക്കും. പ്രഷറും വോളിയമും മാറും. പ്രഷർ കൂടും, വോളിയം കുറയും. ഓക്കെ, സോ അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്, isothermal compression. So isothermal reversible compression. Okay, so ഈ ഒരു കംപ്രഷൻ നടത്താൻ വേണ്ടിയിട്ട് it should be having same temperature throughout അല്ലെ? ടെമ്പറേച്ചർ മാറാൻ പാടില്ല. അപ്പൊ നമ്മൾ ഇതിന് എന്ത് ചെയ്യുന്നറിയോ? യു വിൽ കീപ് ദ സിലിണ്ടർ ഓൺ ദ ടോപ്പ് ഓഫ് സിങ്ക്. സിങ്കിന്റെ മുകളിൽ വെക്കും, ലൈക്ക് ദിസ്. അതിന്റെ ഉള്ളിലെ കണ്ടീഷൻ എന്താണ്? ലൈക്ക് ദിസ്. സോ യു ഹാവ് P3 V3 TC ഇങ്ങനെയായിരുന്നു അല്ലെ? കണ്ടീഷൻ ഇങ്ങനെയായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മൾ കംപ്രസ് ചെയ്യാണ് പോകുന്നത്. വി ആർ ഗോയിങ് ടു കംപ്രസ് ഇറ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ലോഡ് ഇസ് അപ്ലൈഡ്. ലോഡ് ഇസ് അപ്ലൈഡ് ഓൺ ദ പിസ്റ്റൺ. ഓൺ ലോഡ് അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ എന്ത് സംഭവിക്കണു? ലോഡ് ഇസ് അപ്ലൈഡ് ഓൺ ദ പിസ്റ്റൺ. അപ്പൊ if load is applied on the piston, external pressure will start increasing than the pressure of the gas. Compression occurs. Compression occur ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുക? What will be the value of W? W is positive അല്ലേ? W പോസിറ്റീവ് ആവുക എന്ന് വെച്ചാൽ ഇന്റേണൽ എനർജിക്ക് എന്ത് സംഭവിക്കും? ഇറ്റ് ഇസ് Q പ്ലസ് W. W പോസിറ്റീവ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. W പോസിറ്റീവ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. So what will happen? Internal energy of the system will increase. If internal energy increases, temperature will also increase. അങ്ങനെ സംഭവിക്കാൻ പാടില്ല അല്ലെ? ഐസോതെർമൽ കണ്ടീഷൻസ് അല്ലേ വേണ്ടേ? സോ ഈ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എക്സസ് ടെമ്പറേച്ചർ ഇതിന്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യും. അപ്പൊ ഈ സിസ്റ്റം എന്ത് ചെയ്യുന്നറിയോ? ഇറ്റ് വിൽ റിലീസ് Q2 amount of heat to the sink. സിങ്ക് ലോവർ ടെമ്പറേച്ചറിലല്ലേ? അപ്പൊ ഇതിലേക്ക് കൊടുക്കും, Q2 amount of heat ഇതിലേക്ക് കൊടുക്കും. നമ്മൾ എന്താ എഴുതാ? ടു മെയിൻറ്റെയിൻ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ടു മെയിൻറ്റെയിൻ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, Q2 amount of heat is released to the sink. Released to the sink. Okay. അത്രേ ഉള്ളൂ. അപ്പൊ എഴുതാലോ നമുക്ക്. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്താ? 0. ബിക്കോസ് ഐസോതെർമൽ ആയതുകൊണ്ട്. ഐസോതെർമൽ ആണ്, ഐഡിയൽ ഗ്യാസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ആൻഡ് ദെൻ യു ഹാവ്
Q is equal to minus W എന്ന് കിട്ടും അല്ലെ. Q2 is equal to minus W എന്ന് കിട്ടും. So what is the value of W reversible? Minus RT ln final volume is V4 and V3 നിന്നാണ് തുടങ്ങിയത്. So what will be the value of Q2? Plus RT ln V4 by V3 എന്ന വരും കേട്ടോ. ഇരിക്കട്ടെ. മനസ്സിലാവുന്നില്ലേ? Okay. Last one is from മിസ്, ആ ഡെൽറ്റ യു ഇൻക്രീസ് ചെയ്യുന്ന പറഞ്ഞില്ലേ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതെങ്ങനെയാന്ന് പറഞ്ഞത്? തിരിച്ച് W കൂടും അല്ലേ. we are applying pressure apply ചെയ്യുമ്പോൾ work is done on the system. First law of thermodynamics ൽ നിന്ന് U is equal to Q plus W എന്നറിയാം. അപ്പൊ W ന്റെ വാല്യൂ എന്താ? പോസിറ്റീവ് അല്ലേ. കൂടിക്കൊണ്ടിരിക്കുകയാണ്. കംപ്രസ് ചെയ്യുന്തോറും എന്ത് സംഭവിക്കും? ആദ്യം +1 ആണ്, പിന്നെ +2 ആണ്, പിന്നെ +3 ആണ്, പിന്നെ +4 ആണെങ്കിൽ വാല്യൂ ഓഫ് W is getting increased. അപ്പൊ ഇവന്റെ വാല്യൂ കൂടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? RHSലെ W കൂടുകയാണെങ്കിൽ LHSലുള്ള ഇന്റേണൽ എനർജിയും കൂടില്ലേ? And we know that change in internal energy is directly proportional to temperature, ideal gas അല്ലേ. അപ്പോ change in internal energy is directly proportional to temperature ആയതുകൊണ്ട് internal energy കൂടുന്നു, ടെമ്പറേച്ചറും കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവനെ സിങ്കിന്റെ മുകളിൽ കൊണ്ട് വെക്കുന്നത്. So that if it is placed on the top of the sink എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് Q2 amount of heat റിലീസ് ചെയ്യും സിങ്കിലേക്ക് കേട്ടോ. സിങ്കിലേക്ക് റിലീസ് ചെയ്യും. ഇതിൽ നിന്ന് എനർജി കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ there are only two forms of energy എന്ന് നമ്മൾ പറഞ്ഞു. ഒന്നെങ്കിൽ ഹീറ്റിന്റെ ഫോം അല്ലെങ്കിൽ വർക്കിന്റെ ഫോം. വർക്കിന്റെ ഫോമില് എനർജി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സിസ്റ്റം എന്ത് ചെയ്യും? ഹീറ്റിന്റെ ഫോമില് അതിന്റെ ഉള്ളിൽ നിന്ന് ആ എക്സ്ട്രാ എനർജി കളയും, പുറത്തേക്ക് കളയും. റിലീസ്ഡ്, ഹീറ്റ് ഇസ് റിലീസ്ഡ്. ഓക്കെ ആണോ? ഓക്കെ മിസ്. ശരി. So the last one is from step 4 of the Carnot engine. Step 4 is reversible adiabatic compression. Reversible adiabatic compression. Okay, reversible adiabatic compression. എന്തായിരിക്കും? if the system has to undergo compression adiabatically അവരെ നമ്മൾ നോൺ കണ്ടക്ടിങ് പ്ലാറ്റ്ഫോമിന്റെ മുകളിൽ പ്ലേസ് ചെയ്യണം. നോൺ കണ്ടക്ടിങ് പ്ലാറ്റ്ഫോമിന്റെ മുകളിൽ പ്ലേസ് ചെയ്യണം ലൈക്ക് ദിസ്. എന്താ ഇവന്റെ കണ്ടീഷൻ? P4 V4. ഓക്കെ, വി ഹാവ് എൻ ഐഡിയൽ ഗ്യാസ് അല്ലെ, ആ സിസ്റ്റം ഐഡിയൽ ഗ്യാസ്. അപ്പോ അഗൈൻ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ എഴുതിക്കോളൂ. ഒപ്പം ലോഡ് ഇസ് അപ്ലൈഡ്. കംപ്രസ് ചെയ്യണ്ടേ? ലോഡ് ഇസ് അപ്ലൈഡ്. ലോഡ് അപ്ലൈ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് കംപ്രഷൻ ഒക്കേഴ്സ്. നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യൂ. എന്താ സംഭവിക്കാന്ന് പറഞ്ഞുതരും എന്നിട്ട് എനിക്ക്. ടേക്ക് 2 minutes and complete.
എന്താ സംഭവിക്കുക അഡിയാബാറ്റിക്കലി ചെയ്യുമ്പോൾ? Q0 ആയിരിക്കും. അതെ, Q will be 0, correct. W പോസിറ്റീവ് ആയിരിക്കും. അതെ, കംപ്രഷൻ ഒക്കെ ചെയ്യുന്നതിന്റെ റിസൾട്ട് ആയിട്ട് W will become positive. Okay, so delta U എന്താ സംഭവിക്കുക? Q plus W എന്നാണല്ലേ. So this is 0 and this is positive. അപ്പൊ W2 എന്താ സംഭവിക്കുക? I'm sorry, delta U എന്താ സംഭവിക്കുക? Positive. If delta U is positive, delta T will also be positive. എന്നുവെച്ചാൽ ഫൈനൽ ടെമ്പറേച്ചർ മൈനസ് ഇനീഷ്യൽ ടെമ്പറേച്ചർ ഇസ് പോസിറ്റീവ് അല്ലേ? എന്നുവെച്ചാൽ ഫൈനൽ ടെമ്പറേച്ചർ ഇസ് ഗ്രേറ്റർ ദാൻ ഇനീഷ്യൽ ടെമ്പറേച്ചർ. കംപ്രഷൻ അഡിയാബാറ്റിക്കലി നടക്കുകയാണെങ്കിൽ the final temperature will be greater than the initial temperature. Final temperature will be greater. So D to A ഇങ്ങനെ അവൻ പോകുന്ന സമയത്ത് ഇവിടെ അവന്റെ ടെമ്പറേച്ചർ TC ആയിരുന്നുവെങ്കിൽ തിരിച്ച് അവൻ എങ്ങടെത്തും? ഹയർ ടെമ്പറേച്ചർ THലേക്ക് എത്തും. ഓക്കെ, സോ നമ്മൾ എന്താ എഴുതുക? വി നോ ദാറ്റ് Q is equal to 0, delta U is equal to W ആണെന്നറിയാം, and this is equal to CV dt, right? CV into final temperature is TH minus initially. അതിന്റെ തുടക്കം D. At D എന്തായിരുന്നു? TC. ഓക്കെ, എന്നെ കിട്ടും. സോ ഇൻ ടോട്ടാലിറ്റി നമ്മുടെ അടുത്ത് ഓക്കെ ഇത്രയാണ് നമ്മൾ ഡെറിവേഷൻ ഇത്രയാണുള്ളൂ. ഇനിയുള്ളത് അങ്ങോട്ടുള്ളത് എല്ലാം ചോദ്യങ്ങളാണ്. ഓക്കെ, ദിസ് ഇസ് ഇതാണ് ഇങ്ങനെയാണ് എഞ്ചിൻ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. നമുക്കൊരു എഞ്ചിന്റെ മാക്സിമം എഫിഷ്യൻസിയിൽ വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ ദിസ് ഇസ് ദ സ്റ്റെപ്സ് ടു ബി ഫോളോഡ് ആൻഡ് ദീസ് ആർ ദ ഓർഡർ ഇൻ വിച്ച് ഇറ്റ് ഷുഡ് ബി ഫോളോഡ്. ആദ്യം ഐസോതെർമലി എക്സ്പാൻഡ് ചെയ്യണം, പിന്നെ അവനെ അഡിയാബാറ്റിക്കലി എക്സ്പാൻഡ് ചെയ്യണം, and then we have to follow 2 compressions, ആദ്യം isothermally and then adiabatically. Okay, so നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ്, അങ്ങോട്ടുള്ളതെല്ലാം PYQs ആണ്, ചോദിക്കുകയാണ് what is the net change in internal energy for the process? Net change in internal energy for a Carnot engine. For a Carnot engine എന്താ? വേണമെങ്കിൽ നമുക്ക് ഡിറൈവ് ചെയ്തൊക്കെ എടുക്കാം, ബട്ട് സ്റ്റിൽ അതല്ലാണ്ട് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് പറയൂ. ഇന്റേണൽ എനർജി ഇസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ലേ? ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും സെയിം ആണ്. സോ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ആസ് എ ഹോൾ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? ഇറ്റ് വിൽ ബി 0. ഡൗട്ട് ഉണ്ടോ? എന്താ നമുക്ക് വേണ്ടത്? വി നീഡ് ഇന്റേണൽ എനർജി ഫോർ ദ സൈക്കിൾ അല്ലെ? കാർനോട്ട് എഞ്ചിന്റെ മുഴുവൻ സൈക്കിളിന് വേണ്ടിയിട്ടുള്ളത് വേണം. ദാറ്റ് ഇസ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഫ്രം A to B പ്ലസ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഫ്രം B to C പ്ലസ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഫ്രം C to D പ്ലസ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഫ്രം D to C. ഇങ്ങനെയാണ് വരിക. അതിൽ A to B എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഐസോതെർമൽ, അതുപോലെ തന്നെ ഇവനും ഐസോതെർമൽ ആണ്. C to D യും ഐസോതെർമൽ ആണ്. ഇവൻ എക്സ്പാൻഷൻ ആണെങ്കിൽ കംപ്രഷൻ. ഐസോതെർമലി നമ്മൾ ചെയ്യുമ്പോൾ ഡെൽറ്റ T is 0, അതുകൊണ്ട് തന്നെ ഡെൽറ്റ U is also 0. ഇത് രണ്ട് 0. ഓക്കെ, ഇവിടെ നമുക്ക് എന്താ കിട്ടിയേ? CV is equal to TC minus TH എന്നും നമ്മൾ മുകളിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഇവിടെ ദിസ് ഇസ് CV into TH minus TC എന്നും. ബ്രാക്കറ്റ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കേ. CV TC minus CV TH plus CV TH minus CV TC. 0. ഒന്നും വേണ്ട, ഇത്രയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. വി നോ ദാറ്റ് ഇപ്പൊ നമ്മൾ ചെയ്തേണ്ടത് സൈക്ലിക് പ്രോസസ് ആണ് ഇവൻ അല്ലെ? കാർനോട്ട് എഞ്ചിൻ ഇസ് സൈക്ലിക് പ്രോസസ്. ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് തന്നെ P1 V1 THലേക്ക് തന്നെ അവൻ തിരിച്ചെത്തുന്നുണ്ട്. ആസ് എ റിസൾട്ട് ഇറ്റ് ഇസ് 0. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത് ഇസ് നെറ്റ് വർക്ക് ഡൺ കേട്ടോ. നെറ്റ് വർക്ക് ഡൺ ഫോർ 1 സൈക്കിൾ. ഒരു സൈക്കിൾ ആണെങ്കിൽ ഇങ്ങനെ ഒറ്റൊരു സൈക്കിൾ ആണ് കറങ്ങി വരുന്നതെങ്കിൽ അതിന്റെ വർക്ക് ഡൺ എന്താന്നുള്ളതാണ് പറയുന്നത്. സോ വർക്ക് ഡൺ
വർക്ക് ഡൺ ഇമ്പോർട്ടൻറ്റ്. വർക്ക് ഡൺ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ടോട്ടൽ വർക്ക് ഡൺ ടോട്ടൽ ആണെന്ന് വിചാരിക്കൂ. ടോട്ടൽ എവിടെ നിന്നൊക്കെയാ? എ ടു ബി ട്രാവൽ ചെയ്തു, പ്ലസ് ബി ടു സി പോയി, ദെൻ സി ടു ഡി പോയി, പ്ലസ് ഡി ടു എ അല്ലെ, ഡി ടു എ. അതിൽ എല്ലാം നമ്മൾ എഴുതിയിട്ടുണ്ട് കേട്ടോ മുകളിൽ. സോ ദിസ് ഇസ് മൈനസ് ആർ ടി എച്ച് ലോൺ വി ടു ബൈ വി വൺ, പ്ലസ് ദിസ് ഇസ് സി വി ടി സി മൈനസ് ടി എച്ച്. ഓക്കെ, ദെൻ CD is minus RT. Okay. CD is minus RTC ln V4 by V3 and plus CV plus CV TH minus TC. Okay. ഈ വർക്ക് ഡൺസ് ഒക്കെ നമ്മൾ മുകളിൽ എഴുതിയിട്ടുണ്ട്. അതില് ഇവനും ക്യാൻസൽ പോകും, ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ. ബാക്കി നമുക്ക് എന്തേ ഉള്ളൂ? ടോട്ടൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു മൈനസ് ആർ ടി എച്ച് ലോൺ വി ടു ബൈ വി വൺ മൈനസ് ആർ ടി സി ലോൺ വി ഫോർ ബൈ വി ത്രീ. ഇങ്ങനെ വരും. ഓക്കെ, നൗ ബി കെയർഫുൾ. കാര്യം പറയാൻ പോവാണ്, ശ്രദ്ധിക്കുക. ഇങ്ങനെയാണല്ലോ കർവ് ബി സി and you have DA. ശ്രദ്ധിക്കുക, B to C, ഇവിടെ ടെമ്പറേച്ചർ എന്താ? TH, വോളിയം ഇസ് V2. ഇവിടെ ടെമ്പറേച്ചർ ഇസ് TC, വോളിയം ഇസ് V3. അപ്പോൾ ബി സിന്റെ അലോങ് പോയിസൺസ് റിലേഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാലോ, TH V2 to the power gamma minus 1 is equal to TC V3 to the power gamma minus 1 എന്ന് എഴുതാം. Or I can write it like this. TH by TC is equal to V3 by V2 to the power gamma minus 1 എന്ന് എഴുതാം. ഓക്കെ, അവൻ അവിടെ ഇരിക്കട്ടെ. സിമിലർലി ഇത് ബി ടു സിയുടെ കാര്യം. അതുപോലെ ഡി ടു എ ഉണ്ട് അല്ലെ, ഡി ടു എയും ഉണ്ട്. ഡി ടു എ എഴുതുകയാണെങ്കിൽ ഇവിടെ ആയിരുന്നു കണ്ടീഷൻ? ടി സി വി ഫോർ ആയിരുന്നു, അവസാനം ടി എച്ച് വി വണ്ണിലേക്ക് എത്തി. സോ ഈ റിലേഷൻ, പോയിന്റ് റിലേഷൻ എഴുതണമെങ്കിൽ TC V4 to the power gamma minus 1 is equal to TH V1 to the power gamma minus 1 എന്ന് എഴുതാം. Or TH by TC is equal to V4 by V1 to the power gamma minus 1 എന്ന് എഴുതാം. ഓക്കെ, ഇനി നോക്കിക്കേ, ഇവിടെ TH by TC, ഇവിടെയും TH by TC. So I can equate these two അല്ലെ. ഇതിൽ നിന്ന് രണ്ടും കൂടെ ചേർത്താൽ I can write it like this. V3 by V2 is equal to, powers ഒക്കെ കളയണമെങ്കിൽ gamma minus 1 is the same, ideal gas ഒന്നല്ലേ, is equal to V4 by V1 എന്ന് എഴുതാം. Or I can write like this, V4 by V3 is equal to V1 by V2 എന്ന് എഴുതാം അല്ലേ. So I'm going to substitute it. V4 by V3 is equal to V1 by V2 എന്നുള്ളത് ഞാൻ മുകളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകും. ഇവിടെ V4 by V3 അല്ലേ. അപ്പൊ ഇങ്ങനെ വരും, മൈനസ് ആർ ടി എച്ച് ലോൺ V2 by V1 minus RTC ln V1 by V2 എന്ന് എഴുതാലോ. ശരിയല്ലേ? ടോട്ടൽ വർക്ക്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇനി V2 by V1 ആണ്, ഇന്ന് എനിക്ക് അതുപോലെ തന്നെ ആക്കണം. സോ എന്താ ചെയ്യാൻ പറ്റുക? ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. ലോൺ എഴുതാൻ പോയി. ലോൺ V2 by V1 പ്ലസ് ആർ ടി സി ലോൺ V2 by V1 ആക്കും അല്ലെ. ഇവിടെ റെസിപ്രോക്കൽ എടുക്കുകയാണെങ്കിൽ പുറത്തേക്ക് നമ്മൾ മൈനസിനെ കൊണ്ടുവരണം. സോ ഇപ്പൊ ലോൺ V2 by V1 കോമൺ ആണ്, ആറും കോമൺ ആണ്. സോ minus R ln V2 by V1 into TH minus TC. ഇതാണ് എന്ത്? ടോട്ടൽ വർക്ക് ഡൺ. ടോട്ടൽ വർക്ക് ഡൺ.
important. Important. Okay. So next one is efficiency. Efficiency eta. Efficiency. Efficiency നമ്മൾ എങ്ങനെയാ ചെയ്യാന്ന് ചോദിച്ചാൽ efficiency is always output by input. എത്രയാണ് പുറത്തേക്ക് വരുന്നത് in the form of energy by എത്രയാണ് നമ്മൾ കൊടുത്തത്. എവിടെ നമ്മൾ കൊടുക്കുന്ന സോഴ്സിൽ നിന്ന് അല്ലെ Q1 എമൗണ്ട് കൊടുക്കുകയാണ്, ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. This is heat absorbed by the system. And work ആരാ ചെയ്യുന്നത്? Work is done by the system. Work done by the system. നമ്മൾ മുകളിൽ എഴുതിയിട്ടുണ്ട്. They work done. Total work done by the system. Work done by the system. Work done by the system. Okay. അപ്പോൾ work done by the system V total ആണ്. ഹീറ്റ് അബ്സോർബ് ചെയ്തിരിക്കുന്ന Q1 ആണ്. സിൻസ് ഇറ്റ് ഇസ് ബൈ ദ സിസ്റ്റം, ഇവിടെ നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. എഫിഷ്യൻസി ഇസ് ഓൾവേസ് പോസിറ്റീവ് കേട്ടോ, എപ്പോഴും പോസിറ്റീവ് ആണ്. സോ ദാറ്റ് ഇസ് എഫിഷ്യൻസി ഇസ് ഈക്വൽ ടു മൈനസ് WT ബൈ Q1 or it is R ln V2 by V1 into TH minus TC by R ln R PH ln V2 by V1. Okay. ഈ Q1 ന്റെ റിലേഷൻ നമുക്ക് എവിടുന്ന കിട്ടിയേ? നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട്, AB അവിടെ എഴുതിയിട്ടുണ്ട് കണ്ടോ, this one അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ. സോ ഇതിന് എന്താ പോവാ? R cancel ആയി പോവും, ln V2 by V1 cancel ആയി പോവും. സോ at last നമുക്ക് efficiency is equal to TH minus TC by TH എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ. Or 1 minus TC by TH. Efficiency. കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ആണോ? ഓർ വേറൊരു ഇക്വേഷനും കൂടി ഉണ്ട്. ഇൻ ഫോംസ് ഓഫ് ഹീറ്റിന്റെ ഫോമിലും ഒരു വർക്ക് എഴുതാം. ഹീറ്റിന്റെ ഫോമിലും എഴുതാം കേട്ടോ. ഒരു മിനിറ്റ്. ഒറ്റ സെക്കൻഡ്. ഓക്കെ. ഓർ യു ക്യാൻ ഓൾസോ റൈറ്റ് ഇറ്റ് ഇൻ ടേംസ് ഓഫ് എന്താ പറയുക, ഹീറ്റിന്റെ ടേംസിലും എഴുതാം എഫിഷ്യൻസിനെ. എന്ന് വെച്ചാൽ എഫിഷ്യൻസി എന്ന് വെച്ചാൽ എന്താണ്? ടോട്ടൽ നമ്മൾ എത്ര കൊടുത്തു അല്ലെ, ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് എത്ര കൊടുത്തു, Q1 കൊടുക്കുന്നു, അത്രയും എനർജി കൊടുക്കുന്നു. ഇനി വർക്ക് ടോട്ടൽ ഡൺ ബൈ ദ സിസ്റ്റമിനെ നമുക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതാം, ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ ഇങ്ങനെ എഴുതാം. ഓർ യു ക്യാൻ ഈവൻ റൈറ്റ് ഇറ്റ് ഇൻ ടേംസ് ഓഫ് ഹീറ്റ്. Q1 എമൗണ്ട് കൊടുത്തു ആൻഡ് അതിൽ നിന്ന് Q2 എമൗണ്ട് പോയി അല്ലെ. Q1 എമൗണ്ട് അത് അബ്സോർബ് ചെയ്തു, അതിൽ നിന്ന് കുറച്ച് പങ്ക് അത് പോയി, ബാക്കി റിലീസ് ചെയ്തു, സിങ്കിലേക്ക് റിലീസ് ചെയ്തു. ഓക്കെ. സോ റിമൈനിങ് സിസ്റ്റം ഇപ്പൊ സപ്പോസ് 100 അത് അബ്സോർബ് ചെയ്തുവെങ്കിൽ പക്ഷെ അത് 20 or 30 ആയിരിക്കും കൊടുക്കുന്നത് സിങ്കിലേക്ക്. ബാക്കി ഇറ്റ് ഇസ് യൂസ്ഡ് ഫോർ വർക്കിംഗ്. ബാക്കി 70 ഉള്ളത് വർക്കിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു റിലേഷൻ വെച്ചിട്ടും യു ക്യാൻ റൈറ്റ് ഇറ്റ്. Q1 by Q1 plus Q2 by Q1 or
1 പ്ലസ് Q2 ബൈ Q1 കേട്ടോ. ഇങ്ങനെയും എഴുതാം. ഇവിടെ ക്യൂവിന്റെ സൈൻ കൺസിഡർ ചെയ്തിട്ടില്ല. ചില ബുക്സിൽ ഇങ്ങനെ കാണും. എന്തുകൊണ്ട് മൈനസ് വരുന്നത്? ബിക്കോസ് ഹീറ്റ് ഇസ് റിലീസ്ഡ്. സിസ്റ്റമിൽ നിന്ന് ഹീറ്റ് പുറത്തേക്ക് പോവുകയാണെങ്കിൽ നെഗറ്റീവും ഉള്ളിലേക്ക് വരികയാണെങ്കിൽ പോസിറ്റീവും ആണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. സോ കഴിഞ്ഞു. കാർനോട്ട് എഞ്ചിൻ മടുത്തോ? ഡെറിവേഷൻ ആയിരുന്നു അല്ലെ. കാർനോട്ട് എഞ്ചിനിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ വളരെ ചുരുക്കമാണ്. ഓൾ വി നീഡ് ഇസ് ടോട്ടൽ വർക്ക് ഡൺ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് മൈനസ് ആർ ലോൺ V2 ബൈ V1 ഇൻറ്റു TH മൈനസ് TC. ഇത് വേണം. എഫിഷ്യൻസി എന്ന് വെച്ചാൽ മൈനസ് WT ബൈ Q1 ആണെന്ന് വേണം, വിച്ച് ഇസ് ഈക്വൽ ടു TH മൈനസ് TC ബൈ TH which is equal to Q1 plus Q2 by Q1. മതി. കാരണം എഞ്ചിൻ കഴിഞ്ഞു. പ്രോബ്ലം ചെയ്യാൻ ഇത്രയും മതി കേട്ടോ. എന്തോ ഈറ്റ ഈക്വൽ ടു Q1 പ്ലസ് Q2 ബൈ Q1 അതൊന്ന് പറയാമോ? ഇക്വേഷൻ ഒന്ന് ക്ലിയർ ആയി. ഒന്നുമില്ലടാ. എന്ന് വെച്ചാൽ ഇപ്പൊ സപ്പോസ് വർക്ക് ഇസ് ഡൺ ബൈ ദ സിസ്റ്റം. എങ്ങനെയാ നമ്മുടെ സിസ്റ്റം എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? സോഴ്സിൽ നിന്ന് ഹീറ്റ് കിട്ടിയും സിങ്കിലേക്ക് എക്സ്ട്രാ വരുന്ന എനർജി റിലീസ് ചെയ്തുമാണ് അത് വർക്ക് ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് ഹീറ്റ് മാത്രം. അപ്പൊ Q1 അത് അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ പ്ലസ് Q1ഉം അത് വർക്ക് ചെയ്യുന്നു. വർക്ക് ചെയ്തിട്ട് ബാക്കി ഐസോതെർമൽ കണ്ടീഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചത് പുറത്തേക്കും റിലീസ് ചെയ്യും Q2. ഓക്കെ. സോ വാട്ട് എവർ വർക്ക് ഇറ്റ് ഇസ് ഡൂയിങ് അത് എവിടുന്നാ വരുന്നത്? അതിന്റെ ഔട്ട്പുട്ട് വരുന്നത് എവിടുന്ന? സോഴ്സിൽ നിന്ന് അത് അബ്സോർബ് ചെയ്ത ഹീറ്റും ഹീറ്റ് അത് അബ്സോർബ് ചെയ്യുന്നു, അത് വെച്ചിട്ട് അത് വർക്ക് ചെയ്യുന്നു. ആൻഡ് എ പാർട്ട് ഓഫ് ഇറ്റ് ഇസ് ലോസ്റ്റ് അല്ലെ. കുറച്ചത് സിങ്കിലേക്കും ഇൻ ഫോം ഓഫ് ഹീറ്റ് ലോസ് ആവുന്നുണ്ട്. സോ ഇത് ചെയ്യുന്ന വർക്ക് മുഴുവൻ ഇതിന്റെ കോമ്പിനേഷൻ ആണ്. ഓക്കെ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിക്കുന്നത്. ചില ബുക്സിൽ ഇങ്ങനെ കാണും. അതിന്റെ സൈൻ ആണ്. അത്രയേ ഓക്കെ. ഓർ കൺഫ്യൂഷൻ ഉണ്ട് വെച്ചാ ഓർ നമുക്ക് എന്താ കിട്ടിയ WT എന്ന് വെച്ചാൽ AB BC CD DA ഇത്രയാണ് കിട്ടി. അതില് ഇത് 0 ആണ്, ഇതും 0 ആണ് അല്ലെ. അല്ല സോറി ഞാൻ ഇന്റേണൽ എനർജിയാണ് പറഞ്ഞത്. സോറി ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത് അല്ലെ. ഫൈനലി നമുക്ക് എന്താ കിട്ടിയത്? സോറി ഒരു മിനിറ്റ് ഇങ്ങനെ നമ്മൾ എഴുതി. അത് കഴിഞ്ഞിട്ട് ദിസ് വാസ് CVDT, ഇതും CVDT ആയിരുന്നു അല്ലെ. ആൻഡ് ഇത് രണ്ടും ക്യാൻസൽ ആയി പോയി. ഓർക്കണില്ലേ? അപ്പൊ നമുക്ക് അവസാനം എന്തേ കിട്ടിയുള്ളൂ? A to B പ്ലസ് WCD എന്ന് മാത്രമാണ് കിട്ടിയുള്ളൂ അല്ലെ. ആൻഡ് ഫ്രം ദിസ് ടു റിലേഷൻ എന്താണിത്? ഐസോതെർമൽ കണ്ടീഷൻ അല്ലേ. ഐസോതെർമൽ കണ്ടീഷനിൽ ഡെൽറ്റ T U is equal to 0. So delta U AB is equal to 0 എന്ന് വെച്ചാൽ Q is equal to minus W എന്ന് വരും അല്ലെ. ഈ Q എന്താ? AB അവിടെ വരുന്ന Q is Q1. ഓക്കെ. കറസ്പോണ്ടിങ് Q1 ഇതെന്താ? Q2. അങ്ങനെയും എഴുതാം. എനിവേ ക്ലിയർ ആണോ? ഇതെങ്ങനെ വന്നത് ക്ലിയർ ആണോ? കാണിച്ചു തരാം. ഇത് കണ്ടോ? ഇതെന്താ? Q1ഉം Q2ഉം ആണ് കേട്ടോ. This is Q1 and Q2. So it is Q1 plus Q2 by Q1. അതാണ് എഫിഷ്യൻസി. ഓക്കെ.
ശരി, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് കാർനോട്ട് എഞ്ചിൻ. ഇത്രയും മതി, ടെൻഷൻ ആവണ്ട. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ചെയ്യാവും. ചെയ്താലോ കുറച്ച് പ്രോബ്ലംസ് എൻ്റെ കയ്യിൽ. നോക്കട്ടെ. A Carnot engine operates at 55% efficiency. If the temperature of the reject stream എന്ന് വെച്ചാൽ എന്താ, സിങ്കിലേക്ക് കേട്ടോ, റിജക്ട് ചെയ്യാണ്, reject stream is 105 degrees Celsius, then absolute temperature of input system is, തനിയെ ചെയ്യൂ, എല്ലാം തന്നിട്ടുണ്ട്, നോ കൺഫ്യൂഷൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഗേറ്റിലത്തെ ക്വസ്റ്റ്യൻ ആണ്. എഫിഷ്യൻസി നോക്കിക്കാൻ എന്താ തന്നേക്കുന്നത്, എഫിഷ്യൻസി 55%. 55% തെറ്റും, നമ്മളെപ്പോഴും ന്യൂമറിക്കലിലേക്ക് ആകുക, ന്യൂമറിക്കലിലേക്ക് ആകുമ്പോൾ എന്താ പറയുക, 55 ആണ് എഫിഷ്യൻസി. നമുക്ക് എന്താ വേണ്ടത്, ടേംസ് ഓഫ് ടെമ്പറേച്ചേഴ്സ് ആണ്. നമുക്ക് എന്താ അറിയണേ, TC സോറി നമുക്ക് അറിയണേ, TH മൈനസ് TC, TH മൈനസ് TC ബൈ TH എഫിഷ്യൻസി ആണെന്ന് അറിയാം അല്ലെ. നമുക്ക് എന്താ തന്നേക്കണേ നോക്കൂ, 105 ഡിഗ്രി സെൽഷ്യസ് റിജക്ട് സ്ട്രീമിന്റെ ആണ് തന്നിട്ടുണ്ട്, TC 105 തന്നിട്ടുണ്ട് അല്ലെ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ, 0.55 TH is equal to TH minus 378 Kelvin. അല്ലെ, that is 378 Kelvin is equal to 0.45 TH. TH is equal to 378 by 0.45. എത്ര വേണേ, ഓൾവേസ് തിരിച്ച് ഡിഗ്രി സെൽഷ്യസിലേക്ക് ആകരുത്. റിപ്പോർട്ട് ദി ആൻസേഴ്സ് ഇൻ 840. ഇപ്പോഴും കുട്ടികൾ NAT ചോദിക്കുമ്പോൾ 340 കെൽവിൻ ഇടുന്നുണ്ട്, ഇറ്റ്സ് റോങ്. വെറും ന്യൂമറിക്കൽ മാത്രം മതി, 840 അതാണ് ആൻസർ കേട്ടോ, 840. ഓക്കെ അല്ലേ. ഒരു ക്വസ്റ്റ്യനും കൂടെ ട്രൈ, നെറ്റിന്റെ ആണ്, ട്രൈ ചെയ്യൂ. A Carnot engine takes up 90 joules of heat from the source. Kept at 300 Kelvin. The correct statement is homework ആയിട്ട് ചെയ്യാം. എഫിഷ്യൻസി ആണ് മിക്ക ക്വസ്റ്റ്യൻസും. It transfers 60 joules of heat to sink at 200 Kelvin. Option B, it transfers 50 joules of heat to the zinc at 200 Kelvin.
Option 3, it transfers 60 joules of heat to the sink at 250 Kelvin. And option 4, it transfers 50 joules of heat to the sink at 250 Kelvin. Okay, efficiency equation ആണ്. And then it takes up heat. എവിടെ ഹീറ്റ് എടുക്കുന്ന സിസ്റ്റം സോഴ്സിൽ നിന്നല്ലേ. So this is Q1. Source kept a temperature തന്നിട്ടുണ്ട് TH. റിലേഷൻ അറിയാലോ. TH minus TC by TH is equal to Q1 plus Q2 by Q1. ഈ റിലേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കൂ കേട്ടോ. ഏത് ആൻസർ എന്ന് try to do this as homework. Okay. ശരി. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കൂ. മിസ് മിസ് ഈ എഫിഷ്യൻസി ശരിക്കും 100% കൂടും? ഇല്ല, ഒരിക്കലും ഇല്ല. എഫിഷ്യൻസി ഈസ് ഓൾവേസ് ലെസ് ദാൻ 1. അങ്ങനെയാണെങ്കിൽ ഈ Q1 plus Q2 by Q1 അത് ശരിയാവോ? Q1 ഫ്രെഡി ആലോചിച്ച് നോക്കി. Q1 അബ്സോർബ് ചെയ്യാണ്. സൈൻ കൺവെൻഷൻ എടുത്തില്ല. Q2 റിലീസ് ചെയ്യാന്ന് വെച്ചാൽ എത്രയാ മൈനസ് വരും. മൈനസ് ഒരു 80 ജൂൾസ് വന്നിരിക്കട്ടെ. എന്നാലും 20/100 എന്നല്ല വരുള്ളൂ. എങ്ങനെയൊക്കെ ചെയ്താലും ഒരു വാല്യൂയിൽ നിന്ന് വേറൊരു വാല്യൂ കുറയ്ക്കുകയാണ് കേട്ടോ. Q2 റിലീസ് ചെയ്യല്ലേ സിസ്റ്റമിൽ നിന്ന്. അതാണ് പറഞ്ഞത്, സിസ്റ്റമിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. Q2 is always നെഗറ്റീവ്. ഒരു നെഗറ്റീവ് ആണ് കേട്ടോ. എഫിഷ്യൻസി 100% ഒരിക്കലും കിട്ടില്ല. എൻട്രോപ്പിന്റെ ബേസിസിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് സെക്കൻഡ് ലോ എടുത്തു കഴിഞ്ഞിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. അറ്റൻഡൻസ് ലിങ്ക് കിട്ടിയോ? ഇല്ല, അറ്റൻഡൻസ് ലിങ്ക് കിട്ടിയില്ല. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? അറ്റൻഡൻസ് ലിങ്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. തരാം.